ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു, ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു, ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. യേശു 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 യേശു. പരിജ്ഞാന തികവാം യേശു, വിവേകത്തിനധിപതി യേശു, ഭക്തിയിൽ പൂർണ്ണനാം യേശു, ബലത്തിൻ രാജാവേശു, ആലോചന ഉറവിടം യേശു, ബലത്തിൻ രാജാവേശു, ആലോചന ഉറവിടം യേശു. യേശു 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 യേശു. പാപങ്ങൾ ക്ഷമിച്ചിടും യേശു, ശാപങ്ങൾ തീർത്തിടും യേശു, രോഗങ്ങൾ മാറ്റിടും യേശു, കരങ്ങളെ താങ്ങിടും യേശു, കൃപകൾ ചൊരിഞ്ഞിടും യേശു, വിശുദ്ധിയിൽ തികച്ചിടും യേശു, കൃപകൾ ചൊരിഞ്ഞിടും യേശു, വിശുദ്ധിയിൽ തികച്ചിടും യേശു. യേശു 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 യേശു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു, ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു, ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. യേശു 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 യേശു. അവസ്ഥകളെ മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന, അളവ് കൂടാതെ വണ്ണം നമ്മെ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളെ ഏവരെയും വചന സന്ദേശത്തിലേക്ക് ടോർച്ച് ടൂത്ത് കുടുംബം സ്വാഗതം ചെയ്യുന്നു. അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന നല്ലൊരു അളവ് ദൈവകൃപയാൽ ഈ നവസംവത്സരത്ത് സർവശക്തനായ ദൈവം നിങ്ങളേവരെയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഹോദരങ്ങളെ, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും അവസ്ഥ മാറ്റിയ ദൈവത്തിന് ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോലും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. നമ്മുടെ കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ഇയ്യോബ് ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്കായി ജീവിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം നിങ്ങൾ ഒരിക്കൽ കൂടെ അനുഭവിപ്പാൻ വേണ്ടി പോകുന്നു. പുല്ലുണങ്ങിയാലും പൂവാടിയാലും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് ഇന്ന് പകൽക്കാലം
ബലപ്പെടുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമോസ് പ്രവചനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആമോസ് പ്രവചനം 4-ാം അധ്യായം 13-ാം വാക്യം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് തന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരം ആക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തൻ ഉണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സ്തോത്രം. ഒരിക്കൽ കൂടെ ആ വാക്യം കേൾക്കണമേ. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും. അർത്ഥം, അവൻ സർവശക്തനായ ദൈവം. രണ്ടാമതായി, മനുഷ്യനോട് തന്റെ നിരൂപണങ്ങളെ ഇന്നതെന്ന് അറിയിക്കുകയും. അർത്ഥം, സർവജ്ഞാനിയായ ദൈവം. പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ദൈവം. അർത്ഥം, അവൻ സർവവ്യാപിയായ ദൈവം. ഒന്നാമതായി തിരുവചനം പറയുന്നു, യിരെമ്യാ പ്രവചനം 32, 17, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സർവശക്തൻ അത്രേ. അതെ, സർവശക്തനായ ഒരു ദൈവം. സങ്കീർത്തനം 139, 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സർവവ്യാപി അത്രേ. സ്തോത്രം. 1 യോഹന്നാൻ 3:20 പറയുന്നു, ദൈവം സർവജ്ഞാനി അത്രേ. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവം. എന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഒരു കൺവെൻഷൻ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നാസ്തികനായിരുന്ന, ദൈവം ഇല്ലെന്ന് പ്രസംഗിച്ച് പഠിപ്പിച്ച് അത് എഴുതി പ്രചരിപ്പിച്ച് നടന്ന ഒരു വോൾട്ടയറിനെ കുറിച്ച് പറയുന്നത് കേൾപ്പാൻ ഇടയായി. വോൾട്ടയർ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ സമയത്തും തന്റെ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിന് എതിരെ സംസാരിച്ചു. ദൈവം ഇല്ല എന്ന് പ്രസംഗിച്ചു. ദൈവം ഇല്ല എന്ന് എല്ലാവരോടും പറഞ്ഞു. തനിക്ക് ഉണ്ടായിരുന്നതായ ജനീവയിലെ, ഇന്നത് സ്വിറ്റ്സർലാൻഡിലത്രേ, ജനീവയിലെ വീട്ടിൽ ഇരുന്ന് സ്തോത്രം ആ ഒരു തന്റെ പ്രസ്സിലൂടെ ദൈവത്തിന് എതിരെ ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്തു. അതും ഇങ്ങനെ പറഞ്ഞു, 50 വർഷം കഴിയുമ്പോൾ വേദപുസ്തകം ആരും ലോകത്തിൽ കൈകൊണ്ട് എടുക്കാത്ത ഒരു പഴഞ്ചൻ പുസ്തകം ആകും. എന്നാൽ വോൾട്ടയർ പറഞ്ഞതായ ആ 50 വർഷം കാണുവാൻ താൻ ജീവനോടെ ഉണ്ടായിരുന്നതേ ഇല്ല. വോൾട്ടയർ അതിനിടയിൽ മരിച്ചു. എന്നാൽ മരണ സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സും നേഴ്സുമാരും ഇങ്ങനെ പറയുന്നു, അയ്യോ, ഇങ്ങനെ ദൈവം ഇല്ലാത്ത ഒരുവന്റെ അവസാന സമയത്ത് ശുശ്രൂഷിപ്പാൻ ഇനി ഞങ്ങൾ ഇല്ല. ദൈവം ഇല്ലാതെ മരിക്കുന്ന ഒരുവന്റെ അവസാന നിമിഷം ഇത്ര ഭീകരമാണല്ലോ. ഇങ്ങനെ ദൈവം ഇല്ലാത്തവരുടെ അവസാന സമയം ശുശ്രൂഷിപ്പാൻ ഓ ദൈവമേ ഞങ്ങളെ അനുവദിക്കരുതേ. കാരണം എന്ത്? ഏത് നാവ് കൊണ്ടാണോ ദൈവത്തിനെതിരെ താൻ വെല്ലുവിളിച്ചത്, അതേ നാവ് കൊണ്ട് തന്നെ ഞാനിതാ ഇരുളിലേക്ക് വീഴുന്നു, ഇരുളിലേക്ക് വീഴുന്നു, ഇരുളിലേക്ക് വീഴുന്നു. ഓ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഏത് നാവ് കൊണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞു ദൈവത്തിന്റെ സഹായം ചോദിച്ച് നിലവിളിച്ച് വോൾട്ടയർ അവസാനിക്കുകയുണ്ടായി. എന്നാൽ വോൾട്ടയറിന്റെ ഏത് വീട്ടിലിരുന്ന് ഏത് പ്രസ്സിൽ ഉപയോഗിച്ച് ദൈവമില്ലെന്ന് പറഞ്ഞു ഏത് പ്രസ്സിൽ ദൈവത്തിന്റെ വചനത്തിനെതിരെ ലഘുലേഖകൾ എഴുതി അത് അച്ചടിച്ച് വിതരണം ചെയ്തു, ആ വീടും ആ പ്രസ്സും ആ പ്രോപ്പർട്ടിയും ബൈബിൾ സൊസൈറ്റി വിലക്ക് വാങ്ങി. 10,000-കണക്കിന് വേദപുസ്തകത്തിന്റെ പ്രതികൾ അതേ പ്രസ്സിൽ അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ മാറും, ലോകം മാറും, എന്നാൽ ദൈവം ഒരിക്കലും മാറത്തേ ഇല്ല. മനുഷ്യന്റെ അഭിപ്രായം മാറും. രാവിലെ മനുഷ്യൻ ഒന്ന് പറയും, വൈകിട്ട് മറ്റൊന്ന് മനുഷ്യൻ മാറ്റി പറയും. എന്നാൽ നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരിക്കലും മാറുക ഇല്ലേ ഇല്ല. ദൈവത്തിന് പ്രധാനപ്പെട്ട പേരുകൾ ഒന്നത്രേ യഹോവ എലോഹീം. അതിനർത്ഥം സൃഷ്ടികർത്താവായ ദൈവം. വേദപുസ്തകത്തിൽ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന, ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ പേരത്രേ യഹോവ എലോഹീം. യഹോവ എലോഹീം അതിനർത്ഥമോ സൃഷ്ടി കർത്താവായ ദൈവം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുകയുണ്ടായി. ഉൽപ്പത്തി 1:1, യോഹന്നാൻ 1:1 വേദപുസ്തകം നമുക്ക് നന്നായിട്ട് അറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കേൾക്ക നിനക്കൊരു തൂതുണ്ട്. ആദിയിൽ ദൈവം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ദൈവം ആരംഭത്തിൽ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. കാരണം സ്തോത്രം, എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. തിരുവചനം പറയുന്നു, യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, 2 പത്രോസ് 3:5 മുതൽ 8 വരെ ഈ വാക്യം പറയുന്നു, ദൈവം ഈ പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ പാഴായിട്ട് ശൂന്യമായിട്ടുമല്ല സൃഷ്ടിച്ചത്. ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചാൽ തിന്മയ്ക്കായി ഒന്നും ദൈവം ചെയ്യുന്നതേ ഇല്ല. എന്നും എപ്പോഴും എവിടെയും എല്ലാ വ്യക്തികളും എല്ലാ കുടുംബത്തിലും ദൈവം സകലതും നന്നായി മാത്രം ചെയ്യുന്നവൻ അത്രേ. എന്നാൽ വേദപുസ്തകം പറയുന്നു അത് പാഴായി, അത് ശൂന്യം ആയി. വായ്, എന്തുകൊണ്ട് അത് പാഴും ശൂന്യമായി? യെശയ്യാ പ്രവചനം 14:10 മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, എസെക്കിയേൽ 28:2 മുതൽ താഴോട്ട് വായിച്ചാൽ വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് മുൻപിൽ ദൈവത്തോട് മത്സരിച്ച ലൂസിഫറിനെ ദൈവം വെട്ടി, സ്തോത്രം, സ്വർഗത്തിൽ താഴെയിട്ടു. ഭൂമിയിൽ അവൻ വീഴ്ത്തപ്പെടുകയുണ്ടായി. സാത്താൻ ഈ ലോകത്തിൽ വീഴ്ത്തപ്പെട്ടത് നിമിത്തം നന്നായി ദൈവം സൃഷ്ടിച്ചതായ ഈ ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നന്നായിരിക്കേണ്ട നിങ്ങളുടെ ജീവിതം സാത്താൻ കടന്നു വന്നാൽ നന്മ മാറും. കാരണം പിശാച് വരുന്നത് എന്തെങ്കിലും തരുവാനല്ല, സകലതും തകർക്കുവാനത്രേ. യോഹന്നാൻ 10:10 വേദപുസ്തകം പറയുന്നു, സകലതും സ്തോത്രം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നതേ ഇല്ല. എന്നാൽ ധൈര്യമായിരിക്കുക, യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് ജീവനും സമൃദ്ധിയാൽ ജീവനും പകരുവാനത്രേ അവൻ കടന്നു വന്നത്. പാഴും ശൂന്യവുമായിരുന്നു ഈ പ്രകൃതി, ഈ ലോകം, ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഈ ദിവസം സ്തോത്രം, എന്റെ മക്കൾ, എന്റെ കുടുംബ ജീവിതം, എന്റെ ബിസിനസ്, എന്റെ ഭൗതികം, ആത്മീയം, ആ ലിസ്റ്റെങ്കിലും നീണ്ടുപോകുന്നു. എന്തെങ്കിലും പാഴും ശൂന്യവും ആയിരിക്കുന്നു എന്ന് നീ പറയുന്നുവെങ്കിൽ ദൈവദാസൻ എന്ന ക്രമത്തിൽ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ആയിരിക്കുന്നു നിങ്ങൾ നോക്കി. ഈ ദിവസം ഞാൻ പറയട്ടെ, 100% അത് ദൈവഹിതം അല്ല. പിന്നെ ദൈവഹിതം എന്താണ്? 3 യോഹന്നാൻ സ്തോത്രം 3-ാം ലേഖനം 2-ാം വാക്യം, 3 യോഹന്നാൻ 2-ാം വാക്യം, ഒന്നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലതും ശുഭവും സുഖവും ആയിരിക്കണമെന്നാണ് ദൈവഹിതം. എത്ര പേർ ഹല്ലേലൂയ പറയും? പാഴും ശൂന്യവും ദൈവത്തിൽ നിന്നുള്ളതല്ല. പാഴായും ശൂന്യമായി ഒന്നും കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇല്ല. നിങ്ങൾ ചിലരെ കുറിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയതായ ഐഡിയ വേറെ ആയിരിക്കാം. പാഴായിരിക്കണം, ശൂന്യമായിരിക്കണം, ഇത് ദൈവമാണ് തന്നത്, ഇരുന്നോട്ടെ. നോ, ഈ ദിവസം സ്തോത്രം നിന്റെ ഐഡിയ മാറട്ടെ. നീ കാരണം നീ എന്ത് വിശ്വസിക്കുമോ അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് കന്നഡിക്കട്ടിലേക്ക് ഒരു ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബവുമായി ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നു. സുജിത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം, അത് അവരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ സഹോദരി വളരെ വ്യഥയോടും വേദനയോടും പറഞ്ഞു, അവർക്ക് ഒരു കുഞ്ഞ്, നല്ലൊരു മകളുണ്ട്, ഞങ്ങളുടെ മൂത്ത മകളുടെ പ്രായം. പക്ഷേ സ്തോത്രം, അവർക്ക് അടുത്തടുത്ത 2 കുട്ടികൾ അമ്മയുടെ ഗർഭത്തിൽ റിട്ടാർഡ് ചിൽഡ്രനായി ജനിക്കുകയുണ്ടായി. അത് ഒരു കുഞ്ഞ് സ്തോത്രം പ്രസവിക്കുന്നതിന് മുൻപേ തന്നെ അതേ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. മറ്റൊരു കുഞ്ഞ് ജനിച്ചു, റിട്ടാർഡ് ചൈൽഡ്. ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും മരിച്ചുപോയി. അവൾ വളരെ കണ്ണുനീരോടെ മാതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, അത് ദൈവഹിതമായിരുന്നു ബ്രദർ. ഇങ്ങനെ